നീ എൻ്റെ കൂടെയുണ്ട്, നീ എൻ്റെ അരികിലുണ്ട്, നീ എൻ്റെ കൂടെയുണ്ട്, നീ എൻ്റെ അരികിലുണ്ട്. കഷ്ടങ്ങളിൽ എൻ്റെ ദുഃഖങ്ങളിൽ നീ എൻ്റെ ആശ്വാസകൻ. കഷ്ടങ്ങളിൽ എൻ്റെ ദുഃഖങ്ങളിൽ നീ എൻ്റെ ആശ്വാസകൻ. നീ എൻ്റെ കൂടെയുണ്ട്, നീ എൻ്റെ അരികിലുണ്ട്. കഷ്ടങ്ങളിൽ എൻ്റെ ദുഃഖങ്ങളിൽ നീ എൻ്റെ ആശ്വാസകൻ. കഷ്ടങ്ങളിൽ എൻ്റെ ദുഃഖങ്ങളിൽ നീ എൻ്റെ ആശ്വാസകൻ. ശക്തി നൽകിയോ നീ, പുതുവഴി തുറന്നവൻ നീ, പുതുശക്തി നൽകിയോ നീ. ഇടറുന്ന പാതകളിൽ ഉലയുന്ന തോണിയിൽ നീ എൻ്റെ അമരക്കാരൻ. ഇടറുന്ന പാതകളിൽ ഉലയുന്ന തോണിയിൽ നീ എൻ്റെ അമരക്കാരൻ. യേശുവേ നിൻ സാക്ഷിയാകാൻ നിൻ ശക്തി പകർന്നിടണേ. യേശുവേ നിൻ സാക്ഷിയാകാൻ നിൻ ശക്തി പകർന്നിടണേ. കൂടെയുണ്ട്, നീ എൻ്റെ അരികിലുണ്ട്, നീ എൻ്റെ കൂടെയുണ്ട്, നീ എൻ്റെ അരികിലുണ്ട്. കഷ്ടങ്ങളിൽ എൻ്റെ ദുഃഖങ്ങളിൽ നീ എൻ്റെ ആശ്വാസകൻ. കഷ്ടങ്ങളിൽ എൻ്റെ ദുഃഖങ്ങളിൽ നീ എൻ്റെ
ആശ്വാസകൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്നേഹവാനായ യേശു ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം കേൾപ്പാനും യേശു ക്രിസ്തുവിലേക്ക് തിരിയുവാനും യേശു ക്രിസ്തു ഒരു ഭാഗ്യം എനിക്ക് തന്നു. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ നിധി, ഒരിക്കലും തീർന്നു പോകാത്തൊരു സമ്പത്താണ് ഒരു മാനസാന്തരം. കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവും ദൈവമായി സ്വീകരിപ്പാൻ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു. സഭാപ്രസംഗിയിൽ പറയുന്നു, അതിൻ്റെ 7:20 പറയുന്നു, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. റോമർക്കെഴുതിയ ലേഖനം 3:10 അവിടെയും ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ദൈവത്തെ അന്വേഷിച്ചവനല്ല ഞാൻ. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഞാൻ വഴിതെറ്റി കൊള്ളരുതാത്തവനായി ജീവിച്ചവനായിരുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഒരു നന്മയുമില്ലാത്തവനായിരുന്നു ഞാൻ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, എൻ്റെ തൊണ്ട തുറന്ന ശവക്കുഴി പോലെയായിരുന്നു. നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. എൻ്റെ വായ തുറന്നാൽ ശവക്കുഴി തുറന്ന പോലെയുള്ള വാക്കുകൾ പറയുന്ന വ്യക്തിയായിരുന്നു ഞാൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ്. എൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ, എൻ്റെ വായിൽ നിന്ന് ഒഴിയ പാട്ടുകൾ, അതെല്ലാം ഓർക്കുമ്പോൾ ഇന്ന് ഏറ്റവും ലജ്ജയോടും അറപ്പോടും എന്നാൽ അത്രമാത്രം ഭയാനകമായ കാര്യങ്ങളെല്ലാം ചെയ്ത വ്യക്തിയായിരുന്നു. തുറന്ന ശവക്കുഴി, ചതുവ്, അതുപോലെ സർപ്പവിഷം പോലെ ഉള്ള നാവായിരുന്നു. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അതെ, ഒരു നല്ല വാക്ക് പറയില്ലായിരുന്നു. ഒരു നല്ല വാക്ക്, ഒരു അനുഗ്രഹിക്കുന്ന വാക്ക്, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരു അനുഗ്രഹത്തിൻ്റെ വാക്ക് എൻ്റെ നാവിലുണ്ടായിരുന്നില്ല. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. പാപത്തിൻ്റെ വഴിയിലേക്ക് ഓടുന്ന എൻ്റെ കാലുകൾ നാശവും അരിഷ്ടതയും അവരുടെ വഴിയിലൊക്കെയും ഉണ്ടായിരുന്നു. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. ഈ സത്യസുവിശേഷം യേശുക്രിസ്തുവിൻ്റെ മാർഗം ഞാൻ അറിഞ്ഞിരുന്നില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ഒരു ദൈവത്തെ ഭയമില്ലാതെ തന്നിഷ്ടം തോന്നിയ പോലെ ജീവിച്ച ഒരു മനുഷ്യൻ എൻ്റെ ആകത്തോയി അതാണ്. എന്നാൽ 25-ാം സങ്കീർത്തനത്തിൽ 8-ാം വാക്യം ഒരു കാര്യമുണ്ട്. അതാണ് ഇതിൻ്റെ ആകത്തുക. ദൈവത്തിന് യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. യഹോവ നിത്യനായ ദൈവം, സ്വർഗസ്ഥനായ പിതാവ് നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. പാപിയായ എന്നെ നേർവഴിയാകുന്ന ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിനെ കാണിച്ചു തന്നു. സ്വർഗസ്ഥനായ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല എന്ന് പുത്രനായ യേശു ക്രിസ്തു അരുളി ചെയ്തിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല എന്ന്. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഇവിടെ ഉണ്ട്. വചനം എന്ന് പറഞ്ഞാൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചന ശുശ്രൂഷ, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ വചന ശുശ്രൂഷയ്ക്ക് മുമ്പിൽ വരിക എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് ജനത്തെ ആകർഷിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. എന്തോരം ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്, എന്നാൽ എത്ര പേര് ഇത് ഗ്രഹിക്കുന്നു, എത്ര പേര് മനം തിരിയുന്നു, എത്ര പേര് മാനസാന്തരപ്പെടുന്നു, എത്ര പേർക്ക് യേശുക്രിസ്തുവിനെ അനുഭവിപ്പാൻ ഭാഗ്യം ലഭിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു എന്നെ സ്നേഹിച്ചു. എനിക്ക് ഈ സുവിശേഷം കേൾപ്പാനും ഈ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ വിശ്വസിപ്പാനും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ആ മരണം, ആ യാഗം എൻ്റെ പാപത്തിന് പരിഹാരമാണെന്ന് വിശ്വസിപ്പാനും ആ യേശുക്രിസ്തുവിൻ്റെ തിരക്താലുള്ള വീണ്ടെടുപ്പ് അനുഭവിപ്പാനും എനിക്ക് കൃപ ലഭിച്ചു. എന്നാൽ ഈ പാപം ചെയ്യുന്ന മനുഷ്യനെല്ലാം ഒളിച്ചിരിക്കും. പാപത്തിൻ്റെ മരണമായ ശമ്പളത്തിൻ്റെ ഇതായിട്ട് ഒളിച്ചിരിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കാം. ആദിമ മനുഷ്യൻ മുതലേ അങ്ങനെയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന മനുഷ്യനെ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ച് അവരെ പാപത്തിൽ വീഴിച്ച് അവരെ ആ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരനുഭവമുണ്ട്. അത് 3:8 മുതൽ വായിക്കാം. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. പാപം വന്നപ്പോൾ മനുഷ്യന് ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലാൻ
ധൈര്യമില്ലാതെയായി. അതുവരെ എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ഈ നരസൃഷ്ടിയുടെ കൂടെ വൈകുന്നേര സമയങ്ങളിൽ ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരുന്ന ദൈവം ഒരു ദിവസം വന്നപ്പോൾ അവർ ഒളിച്ചിരിക്കുകയാണ്, ഭയപ്പെട്ടിരിക്കുകയാണ്. പാപം വന്നാൽ ഭയമുണ്ടാവും, പാപം വന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ രംഗത്തേക്ക് വരാൻ മടിയുണ്ടാവും, പാപം വന്നാൽ ദൈവമക്കളുടെ പരിശുദ്ധാത്മാവുള്ള ദൈവമക്കളോട് ഉള്ള സംസർഗവും കൂട്ടായ്മയും അവർ ഒഴിവാക്കും, അകന്നു പോകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വചനം കേൾക്കാൻ താല്പര്യമില്ലാതെയാവും. അവർ കൂട്ടായ്മ വിട്ടുപോകും, കൂട്ടായ്മ ഉപേക്ഷിക്കും. ഇതെല്ലാം ഈ തിരുവനന്തപുര സന്ദേശത്തിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു. എന്നാൽ ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ ഈ കർത്താവായ ദൈവം, യഹോവയായ ദൈവം തേടി വരുന്നു. ഒരിക്കലും പാപിയെ തള്ളിക്കളയാത്ത ദൈവസ്നേഹം എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവൻ്റെ ദുർമാർഗങ്ങളിൽ നിന്ന് വിട്ടുതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സുവിശേഷം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് അയച്ചു. ആ സുവിശേഷത്തിൻ്റെ ശക്തിയാണ് നമ്മൾ ഓരോരുത്തരും ഈ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. യഹെസ്കേൽ 18-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപം ചെയ്യുന്നവൻ മരിക്കും, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. എന്നാൽ കർത്താവോട് പറയുന്നുണ്ട്, ഒരിക്കലും ഈ സ്നേഹവാനായ ദൈവം യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു. അവനൊരിക്കലും ഒരു മനുഷ്യൻ്റെ നാശകരമായ മരണത്തിലേക്കോ നിത്യനരകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ യഹെസ്കേൽ 18-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യം എന്ന് യഹോവ കർത്താവിൻ്റെ അരുളപ്പാട്. ഒരിക്കലും ദുഷ്ടൻ, അവിശ്വാസി, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ ഈ ഭൂമിയിൽ നിന്നൊരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകണമെന്ന് ഒരിക്കലും യഹോവ ആഗ്രഹിക്കുന്നില്ല. അവൻ ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യമെന്ന് യഹോവയെ കർത്താവിൻ്റെ അരുളപ്പാട്. എന്നാൽ അവിടെ പറയുന്നുണ്ട് 18:30, അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരിവിൻ. നമ്മുടെ ജീവിതത്തിൽ വന്ന അകൃത്യങ്ങൾ നമുക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരിവിൻ. നീതിമാനാരുമില്ല, ഒരുത്തൻ പോലുമില്ല. എന്നാൽ അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരിവിൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവിൻ. നമ്മുടെ ജീവിതത്തിലുള്ള പാപങ്ങളെ എറിഞ്ഞു കളയുവാനാണ് പറയുന്നത്. ജീവിതത്തിൽ ഇന്നും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ തിരുവചനം നിരന്തരം കേൾക്കുന്നവർക്കറിയാം നമ്മുടെ പാപങ്ങൾ എന്തെല്ലാമാണെന്ന്. ആ പാപങ്ങളെ എറിഞ്ഞു കളയുക. ആ പാപങ്ങൾ നമ്മൾ എറിഞ്ഞു കളഞ്ഞില്ല എങ്കിൽ അതൊരു, ഞാൻ പറയാം, ഒരു ഡൈനാമിറ്റ് പോലെ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടും. ചിലപ്പോൾ നമ്മൾ കത്തിച്ചൊരു തോട്ട കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമോ ഏതെങ്കിലും മനുഷ്യൻ. തോട്ട എന്ന് പറയുന്നത് പടക്കമെന്ന് പറയുന്നത്, ഗുണ്ടെന്ന് പറയുന്ന, ഒരു ബോംബെന്ന് പറയുന്നതോ ഇതൊന്നും ഒരു മനുഷ്യൻ കത്തിച്ചതിന് ശേഷം കൈ പിടിച്ചുകൊണ്ടിരിക്കില്ല. അതുപോലെയാണ്, അതിനെ എറിഞ്ഞു കളഞ്ഞില്ല എങ്കിൽ അത് കയ്യിൽ നിന്ന് പൊട്ടും. അത് സ്വന്തം ശരീരത്തിനും, ഒരു ഭവനത്തിലാണെങ്കിൽ നമുക്കറിയാം, ചില ബോംബെല്ലാം പൊട്ടി ഒരു ഭവനം മൊത്തം തെറിച്ചു പോയതെല്ലാം നമ്മൾ കാണാറുണ്ട്. വെടിമരുന്ന് ചാല പൊട്ടിത്തെറിക്കുന്ന കേൾക്കാറുണ്ട്. സ്വന്തം ഭവനവും സ്വന്തം തലമുറകളും എല്ലാം നാശത്തിലേക്ക് പോകും. നാശം ഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതിക്രമങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളയുവാനാണ് പറയുന്നത്. ഒരിക്കലും നമ്മൾ പാപത്തിൽ ജീവിക്കരുത്, പാപത്തിൽ വാഴരുത്. അതിനാണ് നമ്മൾ സുവിശേഷം കേൾക്കുന്നത്. ഞാൻ എൻ്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കറിയാം, ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നു, ഞാൻ മാനസാന്തരപ്പെട്ടവനായിരുന്നു. എന്നാൽ മാനസാന്തരപ്പെട്ടവനായിരുന്നുവെങ്കിലും എനിക്ക് കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചുകൊള്ളുവിൻ. പുതിയൊരു ഹൃദയത്തെയും പുതിയ ആത്മാവിനെയും സമ്പാദിച്ചുകൊള്ളുവിൻ. ഞാനൊരു നല്ല ഹൃദയമുള്ളവനായിട്ടല്ല ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നത്. കാരണം എൻ്റെ അവസ്ഥ, ഞാൻ മാനസാന്തരപ്പെട്ടവനായിരുന്നു, ദൈവയോട് ചേർന്ന് നിന്നവനായിരുന്നു, ദൈവവേലയുടെ രംഗത്ത് നിന്നവനായിരുന്നു. എന്നാൽ ഞാനിവിടെ നിന്ന് സുവിശേഷം കേട്ടപ്പോൾ എൻ്റെ ഹൃദയം എങ്ങനെയിരുന്നു എന്നുള്ളത് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം ഇങ്ങനെയാണ്, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായിക്കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പത്രോസ്ലീഹ ഒരു മനുഷ്യനോട് പറയുകയാണ്. കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്നൊരു മനുഷ്യനോട് പരിശുദ്ധാത്മാവ് പത്രോസ്ലീഹയിലൂടെ നേരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ പറയുകയാണ്. എന്നാൽ അതിൻ്റെ മുകളിൽ അവിടെ പറയുന്നുണ്ട്, അവൻ രക്ഷിക്കപ്പെട്ടവനാണ്, അവൻ സ്നാനമേറ്റവനാണ്,
അവൻ ദൈവമക്കളോട് ചേർന്ന് നിന്നവനായിരുന്നു. എന്നാൽ ഹൃദയത്തെ ശോധന ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ വചനം എൻ്റെ ഹൃദയത്തെ ചൂണ്ടിക്കാണിച്ചു തന്നു. ഞാൻ ഈ കൂട്ടായ്മയിൽ വരുമ്പോൾ എന്നാൽ ഞാൻ വചനം കേൾക്കാൻ വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഞാനിവിടെ കണ്ടു. നിൻ്റെ ഹൃദയം ദൈവസന്നിധി നേരുള്ളതല്ല. എൻ്റെ ഹൃദയത്തിൽ കയ്പുള്ള പകയും അതുപോലെ തന്നെ ഭയങ്കര വൈരാഗ്യ ചിന്തകളും പ്രതികാര ചിന്തകളും വളരെ അമർഷവുമായിട്ട് ചിലരുടെ കടുത്ത വൈരാഗ്യത്തോടെ നടന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ദൈവം സ്നേഹവാനാകുന്നു, സത്യത്തിൽ വഴി നടത്തുന്നു. ദൈവം നീതിമാൻ നല്ലവനുമായതുകൊണ്ട് സത്യത്തിൽ വഴി നടത്തുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും എൻ്റെ ഹൃദയം വളരെ പാപം നിറഞ്ഞിരുന്നതായതുകൊണ്ട് ഞാൻ സുവിശേഷം കേട്ടപ്പോൾ ഞാൻ ഓർത്ത് ദൈവം എങ്ങനെ സാധിക്കും, ഇതെങ്ങനെ ഈ വൈരാഗ്യം മാറിപ്പോവും, എങ്ങനെ ഈ പ്രതികാരചിന്തി മാറിപ്പോവും, എങ്ങനെ അവരോടുള്ള ഈ വെറുപ്പ് മാറിപ്പോവും, എങ്ങനെ ഈ വിദ്വേഷം മാറിപ്പോകും എന്നോർത്തില്ല. ഞാനിവിടെ നിന്ന് കരഞ്ഞു. പല ദൈവമക്കളും ഇവിടെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടു. അവർക്ക് വേണ്ടി, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെല്ലാം കേട്ടപ്പോൾ ഇതെങ്ങനെ സാധിക്കുമെന്ന് ഞാൻ ഓർത്തു. എന്നാൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞതും ഞാൻ ചിന്തിച്ചതും നിരൂപിച്ചതുമായ കാര്യങ്ങൾ എൻ്റെ സമീപത്ത്, ഇപ്പോൾ നിങ്ങളുടെ സമീപത്തേക്ക് യേശുക്രിസ്തു എനിക്ക് സാധിപ്പിച്ചു എന്ന് പ്രിയരെ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് വൈരാഗ്യം മാറിപ്പോയി, എൻ്റെ ഹൃദയത്തിൽ നിന്ന് കയ്പ് മാറിപ്പോയി, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വിദ്വേഷം മാറിപ്പോയി. എൻ്റെ ഹൃദയത്തിൽ അവരോട് സ്നേഹവും ആർദ്രതയും, അവർക്ക് ശത്രുക്കൾക്ക് വേണ്ടി, എന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി, എന്നെ അപമാനിച്ചവർക്ക് വേണ്ടി, പരിഹസിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാക്കി തീർക്കുവാൻ തക്കവണ്ണം രൂപാന്തരപ്പെടുത്തുന്ന ഒരു യേശുക്രിസ്തു, സത്യമായിട്ടും ഒരു യേശുക്രിസ്തു പ്രവർത്തിക്കുന്നു. ഞാനും ഓർത്തു, കർത്താവേ, എത്ര മഹാഭാഗ്യമായി ഈ രംഗത്ത് ഞാൻ വന്നത്. അതിൻ്റെ എസ്കേ പ്രമാണത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവിൻ. അതാണ് എൻ്റെ ഹൃദയത്തെ ചിന്തി. ഒരു പുതിയ ഹൃദയം ലഭിക്കുക, സ്നേഹത്തിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ, ഒരു സമാധാനത്തിൻ്റെ ഹൃദയം ലഭിക്കുക. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെ സമ്പാദിച്ചു കൊള്ളുവിൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു, എന്തിനാണ് നശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ് പാപത്തിൽ മരിക്കുന്നത്? ഇസ്രായേൽ ജനമേ, നമ്മൾ പുതിയ ജനം ഇസ്രായേലാണ്, നമ്മൾ പുതിയ നിയമ യഹൂദന്മാരാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്നവരാണ്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ നമ്മൾ ഓരോ സഭയിൽപ്പെട്ടവരാണെങ്കിലും വിശ്വസിക്കുന്നവരാണ്. എന്നാൽ എന്തിന് പാപത്തിൽ മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവിൻ, മാനസാന്തരപ്പെട്ടുകൊള്ളുവിൻ. മാനസാന്തരപ്പെട്ടവരുടെ മാനസാന്തരം, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹൃദയം ചൂവല്ലായിരുന്നു പറഞ്ഞു. എന്നോടും പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ മാനസാന്തരപ്പെടുക, എന്നും മാനസാന്തരപ്പെടുക, ദിനംതോറും മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ടവരുടെ മാനസാന്തരം നമ്മളിവിടെ കേൾക്കുന്നു. നമ്മളൊരിക്കലും ഇവിടെ പ്രോസ്പെക്റ്റ് പറയാറില്ല, ലഭിക്കുന്നില്ല എന്നല്ല പറഞ്ഞ് നമുക്കെല്ലാം ഉണ്ട്. പക്ഷേ അതിനെല്ലാം ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ശുദ്ധീകരണം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഞാൻ ഓർത്തു, എൻ്റെ കർത്താവേ, ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മോചനം നൽകണമെന്ന്. ഇതെങ്ങനെ സാധിക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ ഇതെങ്ങനെ സാധ്യമാക്കി തീർക്കുമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, യേശുക്രിസ്തു അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും യേശുവിനെ കൊണ്ട് പിതാവാൻ ദൈവത്തോടെ നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. ഈ ഭൂമിയിലാകെ വെച്ചിരിക്കുന്ന ഏകൊരു മാർഗം അത് മാത്രമേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശുമരണത്താൽ, ആ തിരുരക്തത്താലുള്ള ദൈവമേ വീണ്ടെടുപ്പ് മാത്രം. ആ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആരെല്ലാം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വീട്ടിൽ വരുന്നു അവർക്ക് സമാധാനമുണ്ട്. പഴയൊരു ജീവിതമുണ്ടായിരുന്നു. എന്നാൽ മുമ്പേ ദുഷ്പ്രവൃത്തികളിൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ നിരപ്പ് വരുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ പാപങ്ങൾ മായ്ക്കപ്പെട്ടു പോകുന്നു. യാക്കോബ് ശ്രീവൽ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4 വായിക്കാം. അവിടെയും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ഈ വീണ്ടെടുപ്പിൻ്റെ അതേ കാര്യം തന്നെയാണ് യാക്കോബ് ശ്രീ 4:4 പറഞ്ഞിരിക്കുന്നു. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? വേറെ ദൈവത്തോടുള്ള ശത്രുത്വം, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. വേറെ സ്ഥലത്ത് എഴുതിയിരിക്കുന്നു, ജഡസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഈ ഭൂമിയിലെ ലോകസ്നേഹം, ലോകത്തിൻ്റെ കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൻ്റെ വചനത്തെക്കാൾ അധികമായി, യേശുക്രിസ്തുവിൻ്റെ കാര്യത്തേക്കാൾ അധികമായി മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, ലോകപരമായി മനുഷ്യന് മുമ്പിൽ വിളങ്ങണം, മനുഷ്യന് മുമ്പിൽ ആളാകണം, അങ്ങനെയുള്ള ചിന്തയുമായി നടക്കുമ്പോൾ അത് ദൈവത്തോട് ശത്രുത്വമായി തീരുന്നു. ജഡസ്നേഹം ദൈവത്തോട് ശത്രുത്വമായി തീരുന്നു. റോമൻ 8:7 ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അതെ, തിന്നണം, കുടിക്കണം, ഈ ഭൂമിയിലെ സുഖജീവിതങ്ങൾ ജഡത്തിൻ്റെ ചിന്തകൾ മാത്രം. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ദൈവത്തോട് ശത്രുത്വമാകുന്നു. നമുക്ക് ഈ ഭൂമിയിൽ, ഞാനും അങ്ങനെ ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കണം.
ഈ ഭൂമിയിൽ സമൃദ്ധിയായി ജീവിക്കണമെന്നുള്ള ചിന്താഗതി ഉള്ള വ്യക്തിയായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് വേറൊന്നുമില്ല. എൻ്റെ കർത്താവെ, എൻ്റെ ജീവിതത്തിലുള്ള ഹൃദയത്തിലെ പാപമാലിന്യങ്ങളെ കർത്താവെ നീ എനിക്ക് മാറ്റിത്തരണമേ, എൻ്റെ ഹൃദയ പാപങ്ങളെ എന്നിൽ നീക്കിത്തരണമെന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എനിക്ക് ശുദ്ധീകരണം പ്രാപിക്കണം. ആ ഒരു ആഗ്രഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ ഈ തിരുവചനത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ നമുക്ക് മോചനമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഒന്നാം ആദാമായ മനുഷ്യൻ പാപം ചെയ്ത് ഭയപ്പെട്ട് ഒളിച്ചു, എന്നാൽ മരണഭീതിയിലായിപ്പോയി. എന്നാൽ എബ്രായർ 2:14-15 വായിക്കാം, പാപം ചെയ്ത് മരണഭീതിയിലായിപ്പോയ മനുഷ്യനെ വിടിവിച്ചവനായ ഒരു യേശുക്രിസ്തു ഉണ്ട്. എബ്രായർ 2:14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരൊക്കെയും വിടിവിച്ചു. നിത്യമരണത്തിൻ്റെ ആ ഭീതിയിൽ കഴിയുന്ന ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താൽ നമുക്ക് രക്ഷയുണ്ട്, നമുക്ക് മോചനമുണ്ട്. ഒന്നാമത്തെ ആദാം മണ്ണുകൊണ്ടുള്ളവനായിരുന്നു. എന്നാൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ 45-ാം വാക്യം, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിക്കുന്ന ആത്മാവാണ്. ഒടുക്കത്തെ ആദാം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു നമ്മളെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം ആദാം പാപം ചെയ്ത് ദൈവത്തെ ഭയപ്പെട്ട് ഒളിച്ചുപോയെങ്കിൽ, എന്നാൽ ആ മനുഷ്യനെ യേശുക്രിസ്തു തൻ്റെ ഒടുക്കത്തെ ആദാമാവുന്ന യേശുക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്താൽ ദൈവത്തോട് നിരപ്പിച്ചു. അവനെ സമാധാനത്തോടെ ഏദൻ തോട്ടത്തിലേക്ക്, ഏദൻ പറുദീസയിലേക്ക്, നിത്യജീവനിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ കരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടു. തൻ്റെ ദേഹമെന്ന ആ തിരശ്ശീല ഗിന്തി നമുക്കൊരു പുതുവഴി തുറന്നു തന്നു. സ്വർഗത്തിലേക്കുള്ള ഏക വഴി ഈ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരം ഒഴുകുന്ന ആ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്നു കഴിഞ്ഞാൽ, ആ തിരുരക്തത്താലുള്ള കഴിവ് പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ മാറിപ്പോവും, കൺമോഹം മാറിപ്പോവും, നമ്മുടെ ചിന്തഗതികൾ മാറിപ്പോവും, അശുദ്ധ വികാരങ്ങൾ മാറിപ്പോവും, നമ്മുടെ സ്വപ്നങ്ങളുടെ മലിനതകൾ മാറിപ്പോവും. യേശുക്രിസ്തുവിനെ ഇപ്പോഴും ആരാധിച്ചുകൊണ്ട് ഹൃദയത്തിൽ യേശുക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ഭാഗ്യകരമായ അവസ്ഥ ദൈവം തരുന്നു. ഇവിടുത്തെ പറയുന്നുണ്ട്, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു. ഒടുക്കത്തെ ആദാം എന്ന് പറയുന്നത് നിത്യമരണത്തിൽ കിടന്ന മനുഷ്യനെ ജീവിപ്പിക്കുന്ന ആദാമായ യേശുക്രിസ്തു തൻ്റെ ക്രൂശുമരണത്താൽ നമുക്ക് വേണ്ടി ജീവൻ പകർന്നു തന്നു. നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തു. നമുക്ക് വേണ്ടി അവൻ്റെ രക്തം മുഴുവൻ ഊറ്റിത്തന്നു. നമ്മൾ ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. ആ രക്തം മുഴുവൻ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് നമ്മുടെ ജീവനെ വീണ്ടെടുത്ത്, നമ്മുടെ ആത്മാവിനെ വീണ്ടെടുത്ത് നിത്യജീവനായിട്ട് അവനൊരുക്കി. ഇന്ന് ഈ സത്യസുവിശേഷവുമായി ആരെല്ലാം സ്വന്തം ഭവനത്തിലേക്ക്, വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ഈ ദിവ്യ സന്ദേശവുമായി, പരിശുദ്ധാത്മാവിൻ്റെ വചനവുമായി യേശുക്രിസ്തുവിനെയും കൊണ്ട് ആരെല്ലാം ഇന്ന് പോകാൻ തീരുമാനമെടുക്കുന്നുണ്ടോ അവരുടെ കൂടെ യേശുക്രിസ്തു പോരാൻ തയ്യാറാണ്. ആരെല്ലാം വിളിക്കുന്നുണ്ട് യേശുക്രിസ്തുവിനെ, എൻ്റെ യേശുവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ യേശുവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ഭവനത്തിലേക്ക് വരും. എൻ്റെ ജീവിതത്തിലും സംഭവിച്ച അതാണ്. 21 വർഷം മുമ്പ് ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ലാന്ന് ചെയ്ത സമയത്തൊരു സുവിശേഷം കേട്ടു. അന്ന് ഞാൻ എൻ്റെ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ഇരുകരവും ഉയർത്തി വെച്ച് കൊടുത്തു. അന്ന് ഞാൻ ഒന്നും അറിഞ്ഞിട്ടല്ലെങ്കിലും ഞാൻ ആദ്യമായി യേശുവിനെ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ച് എൻ്റെ കരങ്ങളെ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത്ര വലിയൊരു സമാധാനം എനിക്കും എൻ്റെ കുടുംബത്തിന് ലഭിക്കുമെന്ന്. ഈ ഭൂമിയിൽ തന്നെ, ഈ നിത്യജീവൻ്റെ ഈ ഭൂമിയിൽ തന്നെ സ്വർഗീയ സമാധാനം അനുഭവിക്കുന്നൊരവസ്ഥ മറ്റൊന്നും ദൈവം എനിക്ക് ചിന്തയില്ല. എൻ്റെ കർത്താവിൻ്റെ ഈ സുവിശേഷം ആരോടെല്ലാം അറിയിക്കാൻ പറ്റുമോ എന്നെക്കൊണ്ട്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് എനിക്ക് വിനിമയം ചെയ്യണം. എനിക്ക് വലിയ പ്രസംഗചാതുര്യമൊന്നുമില്ല, വാഗ്വൈഭവമൊന്നുമില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു തന്ന അനുഭവം, എൻ്റെ ജീവിതത്തിലെ അനുഭവം, എൻ്റെ കുടുംബത്തിൽ തന്ന അനുഭവം മറ്റുള്ളവരോട് ഘോഷിക്കണം. ആരെല്ലാം തീരുമാനമെടുക്കുന്നുണ്ട്, ആരെല്ലാം ആഗ്രഹം കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുന്നുണ്ട്, അവർക്ക് അവരുടെ ജീവിതം യേശുക്രിസ്തുവിനെ, നിങ്ങളുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനായി ജീവൻ സമർപ്പിച്ചുകൊണ്ട് ആരെല്ലാം യേശുവോട് വാക്ക് പറയുന്നുണ്ടോ അവരുടെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തു കടന്നു വരും. അവൻ നീതിമാന്മാരെ തേടി വന്നതല്ല, യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ഇന്നിവിടെ ആരെങ്കിലും പാപിയായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവെ ഞാനൊരു പാപിയാണ്, കർത്താവെ എന്നെ ആ നേർവഴിയിലൂടെ, യേശുക്രിസ്തു ആ നേർവഴിയിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ വഴിയിലൂടെ എന്നെ നടത്തണമെന്ന് ആരെല്ലാം പ്രാർത്ഥനയോടെ ഇരിക്കുന്നുണ്ടോ അവരുടെ അടുത്തേക്ക് യേശുക്രിസ്തു വരും. യേശുക്രിസ്തു അവരുടെ ജീവിതത്തിൽ ആ പടയിലേറും. ആ യേശുക്രിസ്തു അവരുടെ കുടുംബത്തിലേക്ക് വരും, അവരുടെ കുടുംബാംഗങ്ങളിലേക്ക് വരും, നമ്മുടെ തലമുറകളിലേക്ക് വരും, നമ്മുടെ മാതാപിതാക്കളിലേക്ക് വരും. നിത്യജീവൻ്റെ അവകാശം നൽകുന്ന യേശുക്രിസ്തു ഇപ്പോൾ തിരുരക്തമാർന്ന കരവുമായി ഓരോരുത്തരുടെ അരികത്ത്
ദൈവത്തോടെ നടന്നു വരുന്നുണ്ട്. ആർക്കെല്ലാം യേശുക്രിസ്തു ജീവൻ സമർപ്പിക്കാൻ തോന്നുന്നു അവർക്കെല്ലാം യേശുക്രിസ്തുവിനായി ജീവൻ സമർപ്പിക്കാം. ദൈവത്തിരുന്നാമം മാത്രം മഹത്വം എടുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.